ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാ പാലക്ക. ഇന്ന് ഞാൻ മാത്രമല്ല, നമ്മളൊക്കെ ഒരു ആളും കൂടി ഉണ്ട്. ഫാദിയ എത്ര പഠിക്കണേ? 7. അപ്പോൾ വായിക്കാൻ എഴുത്ത് വായനൊക്കെ അറിയും അല്ലേ? ഏത് സ്കൂളിൽ പഠിക്കണേ? GUP. ക്ലാസ്സിലൊക്കെ ഫസ്റ്റാണ് ആൾ. നല്ല പഠിക്കാനൊക്കെ മുടുക്കനാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കണം. കുറേ പേപ്പർ. ഫാദിക്ക് എന്തെങ്കിലും മനസ്സിലായാ? ഒന്നും മനസ്സിലായില്ല എന്ന് തന്നെ പറയണം കേട്ടോ. മനസ്സിലായിട്ടില്ല. കുറേ ഫാദിർ നമ്മളിങ്ങനെ കുറേ പേപ്പർ. ഇതെന്താ എഴുതിയിരിക്കണേ? ഷിബു മുഹമ്മദ്. പിന്നെ 2 ഫോൺ നമ്പറുണ്ട് അല്ലേ? ആളെ 2 നമ്പർ, കോൺടാക്ട് നമ്പർ. ഓക്കെ. അപ്പോൾ ഇതെന്താ എഴുതിയിരിക്കണേ? വിജയകുമാർ അല്ലേ? ഒരു ഫോൺ നമ്പർ ഉണ്ട് അല്ലേ? വിജയകുമാർ. അപ്പോൾ നമ്മളതിങ്ങനെ കാണിക്കണം. വിജയകുമാർ വെറുതെ എടുത്താട്ടോ, നറുക്കെടുപ്പൊന്നല്ലേ. അതേപോലെ ഇങ്ങനെ വേറെ നേരത്തെ ഷിബു മുഹമ്മദ്, അദ്ദേഹത്തിന് 2 നമ്പർ നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 2 നമ്പർ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ കുറേ നമ്പറുകളുണ്ട്. ഇതിലൊക്കെ ഓരോരുത്തരുടെ പേരും നമ്പറും. ഇപ്പോൾ ഇതിപ്പോൾ ഇനി പുതിയത് ഇതെന്താ? അത് മടക്കാൻ വേണ്ടി വെച്ചതാണ്, മടക്കിയില്ല. ഇതൊന്ന് പേരുകൾ വായിച്ചേ. അബ്ദുറഹ്മാൻ 1, 2 അബ്ദുറഹ്മാൻ, 3 അബ്ദുറഹ്മാൻ. ഇത് കണ്ടില്ലേ? എല്ലാ അബ്ദുറഹ്മാൻ. സാധാരണ നറുക്കെടുപ്പിലേ പണ്ട് കാലത്തൊക്കെ എല്ലാ പേപ്പറിലും ഒരേ ആളെ നമ്പർ എഴുതിയിട്ട് ഇങ്ങനെ എടുക്കില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒക്കെ നറുക്കുകളൊക്കെ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതെന്തായാലും അങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള നറുക്കല്ല. ഇത് സത്യസന്ധമായി തന്നെ എഴുതിയതാണ്. ഈ അബ്ദുറഹ്മാൻ TK എന്നുള്ളത് നമ്മൾ കുറേ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 15ഓളം പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ, ഇത് നമ്മളെ നിഷാദ് പാലക്കാട് അഗ്രികൾച്ചർ സൊസൈറ്റി എന്ന് പറഞ്ഞ് ഈ നമ്മൾ കൃഷി കൂട്ടായ്മ അല്ലേ? ഈ കൃഷി കൂട്ടായ്മയുടെ ധാരാളം വീഡിയോകൾ നമ്മുടെ ഫാമിലൊക്കെ വന്നിട്ടില്ലേ? നമ്മളെ ഫാമിൽ വന്നിട്ടുണ്ട്. വെക്കേഷനിലൊക്കെ ഫുൾ ടൈം അവിടെ ഇരുന്നില്ലേ? ഹാപ്പി അല്ലേ ഇരുന്ന്? നിറയെ താറാവൊക്കെ നിറയെ താറാവ് വാതൊന്ന് പറഞ്ഞു ചെയ്ത് അപ്പോൾ പിന്നെ ആൾ വീഡിയോയിൽ വന്നതിൻ്റെ ചെറിയൊരു ചമ്മലുണ്ട് ആൾക്ക് അല്ലേ? ഉഷാറാക്കണം. പിന്നെ നമ്മളിപ്പോൾ പെങ്ങളെ കുട്ടി കേട്ടോ. പിന്നെ അപ്പോൾ എന്തായാലും കുറേ പെങ്ങന്മാരുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം പെങ്ങളെ കുട്ടിയോട്ട് അന്ന് വേറെ ആളെ കാണിച്ചു, ഇന്ന് വേറെ ആളെ കാണിച്ചു തരണ്ട. ധാരാളം പെങ്ങന്മാരുണ്ട്. വലിയൊരു കുടുംബത്തിലെ അംഗമാണ്. അമ്മയുടെ മക്കളും അല്ലേ, ഇളാവൻ്റെ മക്കളും മൂത്ത മക്കളും ധാരാളം പെങ്ങന്മാരുണ്ട്. അപ്പോൾ നമ്മളിതിലകത്ത് ഈ അബ്ദുറഹ്മാൻ എഴുതിയത് ആളിപ്പോൾ പുഞ്ചിരിക്കുന്നുണ്ടാവും അല്ലേ? റഹ്മാൻക്ക നിങ്ങൾ തന്നെ. അതായത് നമ്മൾ ഈ കൃഷിക്കൂട്ടായ്മയിൽ 12,000 രൂപ കൊടുത്ത് ചേർന്ന അംഗങ്ങളാണ്. അത് ചില ആളുകൾ 12,000 തന്നവരുണ്ടാവും, ചില ആളുകൾ 24,000 തന്നവരുണ്ടാവും, ചില ആളുകൾ കഴിഞ്ഞ വർഷം 12,000 തന്നിട്ട് ഈ വർഷം വീണ്ടും ഒരു 50,000 60,000 ഒക്കെ തന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫാദിയത് എന്താ സംഭവം അറിയോ? ഇദ്ദേഹം നമുക്ക് 15 പ്രാവശ്യം ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2025 വന്ന് 10,000 രൂപയുടെ സമയത്ത് ചേർന്നതാണ്. 1 2 3 4 5 6 7 8 ആണല്ലേ ഇത്? ഇനി ഉണ്ടോ? അപ്പോൾ ഇതെന്തായാലും 8. അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എടുത്താണ്. അപ്പോൾ ഇത് 8 പ്രാവശ്യം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഇനിയും ഓരോ വ്യക്തികൾ ഇപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാലി പേപ്പറുകളാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ കാലത്തും നമ്മൾ ആളുകൾ മുറവിളി കൂട്ടാറുണ്ട്. എന്ത്? വോട്ടെടുപ്പൊക്കെ ബാലറ്റ് പേപ്പർ ആക്കണമെന്ന് പറയാറുണ്ട് അല്ലേ? അതിൻ്റെ ഡിജിറ്റലിൽ വരുന്ന കള്ളത്തരങ്ങളൊക്കെ പേടിച്ചിട്ടാണ്. അപ്പോൾ ബാലറ്റ് പേപ്പർ ആകുമ്പോൾ വിശ്വസിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ നിരവധി പ്രാവശ്യം പേര് എഴുതിയിരിക്കുന്നത് കാര്യമായിട്ടാണ്. കാരണം ഒരു ഷെയർ എടുത്ത ആൾക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ഈ കൃഷിക്കൂട്ടായ്മയിൽ ഒരു പ്രാവശ്യം കാശ് അയച്ച ആളുടെ പേര് ഒരു പ്രാവശ്യം എഴുതും അല്ലേ? അപ്പോൾ 2 പ്രാവശ്യം അതേ എമൗണ്ട് 2 പ്രാവശ്യം അയച്ചാളുടെ 2 പ്രാവശ്യം എഴുതും. 5 പ്രാവശ്യം അയച്ചാൽ 5. അപ്പോൾ ചില ആളുകൾ 10,000 രൂപ തന്ന് അന്ന് കാലത്ത് ചേർന്നവരുണ്ട്. ഇപ്പോൾ അത് 12,000 രൂപയാണ്. ചില ആളുകൾ 12 എന്നുള്ളത് മക്കളുടെ പേരിൽ ഇപ്പോൾ ഒരു 36,000 രൂപ അയച്ചു തരും. അപ്പോൾ ഭാര്യയുടെ പേര്, മകൻ്റെ പേര്, മകളുടെ പേരൊക്കെ എഴുതും. അപ്പോൾ അങ്ങനെ എഴുതിയ ആളുകളാണ്. ഇത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇനിയും ധാരാളം എഴുതാനുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ സത്യത്തിൽ ഈ കൃഷിക്കൂട്ടായ്മ തുടങ്ങുമ്പോഴേ നമ്മൾ ആളുകളോട് നമ്മൾ 5 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞിട്ടല്ല ആളുകളതിലേക്ക് ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. ധാരാളം ആളുകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് നമ്പർ 3, നമ്പർ 2, നമ്പർ 1 പറഞ്ഞിട്ട് ഏകദേശം എന്താ പറയുക, ഇത്രയും പുസ്തകങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത്രയും പുസ്തകം 1 2 3 4 5 6 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. ഒരെണ്ണത്തിൽ മിനിമം 100 പേജ് ഉണ്ടാവില്ലേ? അതേപോലെ നമ്മൾ ലെഡ്ജറുകൾ നമ്മൾ എഴുതി ഓരോരുത്തരുടെ അവർ പൈസ അയച്ച ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്, പിന്നെ ആരാണ്? മുസ്താഖ് അല്ലേ, മഞ്ചേരി, പിന്നെ അബ്ദുറഹ്മാൻ, അങ്ങനെ കുറേ ആളുകൾ. നേരത്തെ ആരാ കണ്ടത്? വിജയേട്ടൻ അല്ലേ? അങ്ങനെ മണികണ്ഠൻ, ഉല്ലാസ്, ആയിഷ റാഫിയ, അങ്ങനെ ആയിഷ റാഫിയ വെട്ടിയില്ലേ? ചില ആളുകൾ പിരിഞ്ഞു പോകാറുണ്ട്. ഷഫീഖ് റഹ്മാൻ. പിന്നെ അപ്പോൾ പിരിഞ്ഞു പോകുന്നവരോട് നമ്മളിങ്ങനെ വെട്ടും.
ചില ആളുകൾ, അതായത് നമ്മുടെ ഈ ഒരു കൃഷിക്കൂട്ടായ്മയുടെ ഒരു സൗകര്യമാണ് ഇതിലേക്ക് വരാം എന്നുള്ള പോലെ തന്നെ ഇതിൽ നിന്ന് പോവാം. അതെന്താ വെച്ചാൽ ഓരോ ആളുകളെ ഇന്നുള്ള മാനസികാവസ്ഥ ആയിരിക്കില്ല നാളെ. ഇന്നിതിൽ ചേരണം, കൃഷിയിൽ ഇങ്ങനെ ഒരുമിച്ച് പോകണമെന്നുണ്ടാവും. നാളെ ചിലപ്പോൾ മാറി ചിന്തിക്കാം, വേറെ എന്തിലേക്ക് കാശിന് അത്യാവശ്യം വരും. അപ്പോൾ നമ്മളിത് തെരുവിലോട്ട് പിടിച്ചേക്കാൻ പറ്റില്ല അല്ലേ? പാതിയെ പിടിച്ചേക്കാൻ പാടുമോ? പാതിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. പാതി പുകയെന്ന് പറയുമ്പോൾ പിടിച്ചെടുത്താൻ പറ്റുമോ? പിടിച്ചെടുത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഓരോ വ്യക്തികളുടെ അവരുടെ അവകാശങ്ങളാണ്, അവരുടെ സമ്പാദ്യമാണ്, അവരുടെ കാശാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യില്ല, നിർബന്ധിച്ചിങ്ങനെ പിടിച്ച് ലോക്കാക്കി വെക്കില്ല. LICയിൽ പോളിസി കൂടെ ചില സമയത്ത് ചില ആൾ കുറ്റം പറയല്ല, എന്നാലും പറയാം, ചിലർ പറയും എന്തെങ്കിലും അത്യാവശ്യത്തിന് മുമ്പ് പറയും ഇല്ല 5 വർഷം പൂർത്തിയായിട്ട് 15 വർഷം പൂർത്തിയായിട്ട് അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ പല ആളുകളും പറയും പിന്നെ നിഷാദ് കുറേ പൈസ വിരിച്ചു, കുറേ കാറ് വാങ്ങി വീട് കെട്ടി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് കാറ് കൊറോള ഇപ്പോഴല്ല, നമ്മുടെ കൃഷിക്കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലുള്ള അൾട്ടീസാണ് ഉപയോഗിക്കുന്നത്. വരുന്നതിന് മുമ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൃഷിക്കൂട്ടായ്മയുടെ ആദ്യ വീഡിയോ ഇടുന്ന ഡേറ്റിന് മുന്നിലുള്ള പല വീഡിയോകളും നിങ്ങൾ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ നല്ല പോലെ ബിസിനസ് ചെയ്ത് നല്ല പോലെ കാശ് സമ്പാദിച്ച ആളാണ്, ഇപ്പോഴും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് കൊടുക്കുന്നത്. അതല്ലാതെ ആളുകളെ കയ്യിൽ നിന്ന് കുറേ ടിക്കറ്റ് വിറ്റ് പൈസ വാങ്ങിച്ച് ഒരു 100 ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഒരാൾക്ക് സമ്മാനം കൊടുക്കുക അല്ല ചെയ്യുന്നത്. ആളുകളുടെ പൈസ എപ്പോഴും സേഫ് ആയിരിക്കും. അവർ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ഒരു ഫാം ക്രിയേറ്റ് ചെയ്യണം സ്വന്തമായിട്ടെന്നുള്ള ചിന്തയിൽ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഫാമിൽ എന്തൊക്കെയുണ്ട് ഒന്ന് പറ, നീ ഒന്ന് ഉഷാറിൽ പറ, എന്തൊക്കെയുണ്ട്? താറാവുണ്ട്, പോത്തുണ്ട്, പിന്നെ കോഴി നമ്മൾ ഫാമിൽ തുടങ്ങിയിട്ടില്ല, നമ്മളതിൻ്റെ ഒരു പരീക്ഷണം നടത്തുകൊണ്ടിരിക്കും വീട്ടിൽ. ഇനി അത് നാടൻ കോഴിയൊക്കെ വരും. അപ്പോൾ പല പരീക്ഷണങ്ങളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെറുത് പരീക്ഷിച്ചിട്ട് നമ്മൾ വലുതായിട്ട് ചെയ്യും. അപ്പോൾ താറാവ് നമ്മൾ ലാർജായിട്ട് വളർത്താൻ നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ പ്രോസസ്സിങ് ഘട്ടത്തിലാണ്. നമ്മൾ സാധാരണ ചിലർ പറയും അവനിപ്പോൾ ഇത് യൂട്യൂബൊക്കെ നിർത്തി ഫാമിലാണ്, താറാവ് കച്ചവടത്തിൽ കോഴി കച്ചവടത്തിലാണെന്ന് പറയേ. നമ്മളിതിന് കോഴിനെ വളർത്തി അങ്ങനെ വിൽക്കുക, 45 ദിവസം വളർത്തി അങ്ങനെ വിൽക്കുക, അങ്ങനെ ഒരു ചെറിയൊരു പ്രോസസ്സല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തൊരു സംഭവം പലതുള്ളി പരിപാടി വലിയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് അതിൻ്റേതായൊരു കരുത്തുണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഒരു മാസം ചിലവിന് 1 ലക്ഷം ഉണ്ടാവും, അല്ലെങ്കിൽ 1.5 ലക്ഷം ഉണ്ടാവും അല്ലേ? ട്രാക്ടർ വരണോ അതിന് ഫീസ് കൊടുക്കണോ, JCB വരണോ അതിന് പൈസ കൊടുക്കണോ, അതല്ലെങ്കിൽ അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, പ്രൊജക്റ്റൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ലോണൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ ഈ കൂട്ടായ്മ കൃഷി സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. സ്വന്തമായിട്ടൊരു ഫാം വേണം, അല്ലെങ്കിൽ ഒരു ഫാം നമ്മുടെ എല്ലാവർക്കും കൂടി ഒരു ഫാം വേണമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇത്രയും ആളുകളുടെ പലതുള്ളി പെരുവെള്ളം എന്ന രീതിയിൽ പല ആളുകളും മാസം കാശൊക്കെ അയച്ചു തന്നിട്ടാണ് നടന്നു പോകുന്നത്. അപ്പോൾ നമ്മളൊരു കോഴി അല്ലെങ്കിൽ ഒരു താറാവ് അല്ലെങ്കിൽ പോത്ത എന്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അതിനെ വളർത്തി പ്രോസസ്സ് ചെയ്ത് അതിനങ്ങനെ മാർക്കറ്റ് കൊടുത്താൽ അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മളെന്തുണ്ടാവും, സാധാരണ ആളുകൾ ചെയ്യുന്ന പോലെ കോഴി വളർത്തി അതിനിപ്പോൾ ഒരു സംഘടന വേണോ, അതിനൊരു ഫാം അസോസിയേഷൻ വേണോ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി വേണോ എന്നൊക്കെ ചോദിക്കും. നിരവധി ആളുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മളതിനെ ഉദാഹരണം പറയാം, എല്ലാവർക്കും മനസ്സിലാവും. പല ആളുകളും എന്താ അതിൻ്റെ ലാഭം നഷ്ടം ഒന്നും പറയാത്ത, അല്ലെങ്കിൽ താറാവിട്ട് എത്ര കിട്ടി അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ടാവും. നമ്മൾ സ്വാഭാവികമാണ്, നമ്മുടെ അവകാശമാണ് നമ്മുടെ സംശയങ്ങൾ നമ്മൾ തുറന്ന് ചോദിക്കുന്നത് വേണം. എങ്കിൽ കോമൺ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ അതേ നേന്ത്രപ്പഴത്തിന് എന്താ വില? പിച്ച വാങ്ങിയിട്ട് വരല്. അപ്പോൾ നേന്ത്രപ്പഴം 40 അല്ലെങ്കിൽ 50 ഇപ്പോൾ മാർക്കറ്റ്. 40 രൂപ വരെ പിന്നെ ഹോൾസെയിൽ വില ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വാഴ വെച്ചു, അതിന് കുറേ വളങ്ങളും ഘടനദാനങ്ങളൊക്കെ ചെയ്തു അത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ 40 രൂപയാണ് അവിടെ വിൽക്കുന്ന വില എങ്കിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു 30 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 27, 26 ഇങ്ങനെയാണ് കിട്ടുക, കർഷകന് കിട്ടുക. ഈ കർഷകന് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മിക്കവാറും 32 ആയിട്ടുണ്ടാവും, കാരണം അത്രയും ചിലവായിട്ടുണ്ടാവും. അപ്പോൾ അതേ വാഴക്കൊല നമ്മളൊരു മാർക്കറ്റ്, ഒരു വിപണന സാധ്യത മുന്നിൽ കണ്ടിട്ട് നമുക്കിതിനെ മാർക്കറ്റ് ചെയ്യണം, നന്നായിട്ട് നമുക്ക് ലാഭം കിട്ടുമെന്ന് ചിന്തിച്ചാൽ ഈ നേന്ത്രപ്പഴത്തിന് നമ്മൾ അതുപോലെ കൊണ്ടുപോയി കൊടുത്താൽ അതേ വില കിട്ടുള്ളൂ, നഷ്ടമായിരിക്കും. പിന്നെ ഇടവേളയിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന ഒരു വേദനയാണത്. അപ്പോൾ അതേ നേന്ത്രപ്പഴം നമ്മളതിനെ അരിഞ്ഞ് ചെറുതാക്കി നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ കടയിൽ ചിപ്സായിട്ട് നമ്മൾ കൊടുക്കണം അല്ലേ? ഒലവക്കോട് BRM പോയിട്ട് നമ്മൾ 1 കിലോ ചിപ്സിൻ്റെ വില ചോദിച്ചു നോക്കുക. ഫ്രഷ് വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന കേട്ടോ. കിലോ 200 രൂപ, കിലോ 300 രൂപ, കിലോ 350, 360, 400 ഒക്കെ വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ചിപ്സാക്കി 40 രൂപ, 28 രൂപയ്ക്ക് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന പച്ച വാഴയ്ക്ക ചിപ്സാക്കി കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഒരു 300 രൂപയെങ്കിലും മിനിമം നമുക്ക് കിട്ടും ഇല്ലേ? അപ്പോൾ അതേപോലെയാണ് നമ്മൾ താറാവായാലും കോഴിയായാലും എന്തായാലും നമ്മളതിനെ വിൽക്കേണ്ടടുത്തേ നമ്മൾ വിൽക്കാവൂ. നമ്മൾ നല്ല ശുദ്ധമായിട്ട് വളർത്തി നല്ല രീതിയിൽ മാർക്കറ്റ് ചിലപ്പോൾ 1 വർഷം കഴിയും, ചിലപ്പോൾ 2 വർഷം കഴിയും, കുറേ നഷ്ടങ്ങൾ വരും അല്ലേ? അപ്പോൾ ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് എന്തായാലും നമുക്കതിനെ
നല്ലൊരു വിലക്ക് വിൽക്കാൻ കഴിയും. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. പരാജയപ്പെടാൻ അല്ലെങ്കിൽ തോൽക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യില്ലല്ലോ. വിജയിക്കാൻ വേണ്ടി അല്ലേ? തോറ്റവരൊക്കെ തോൽക്കാൻ വേണ്ടി പരീക്ഷ എഴുതി അല്ലല്ല, ജയിക്കണം പെട്ടെന്ന് എഴുതി, പക്ഷെ തോറ്റു പോകും ചിലവർ. അപ്പോൾ വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അല്ലേ, സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ എന്താവും, അവന് പിന്നെ വിജയിക്കാൻ തന്നെ ചെയ്യും. ഒന്ന് തൊട്ടവിടെ ഫാദേ, ഒന്ന് തൊട്ടവിടെ, കുറച്ചും കൂടി മുകളിൽ എത്തില്ലേ? ഇനിയും കുറച്ചും കൂടി അവിടെ കയറി നോക്ക്. അത്ര ഉയരത്തിൽ തൊടാൻ കഴിയണ ഫാദിക്ക് അല്ലേ? അവൻ ആദ്യം തൊട്ടത് ഇവിടെ തൊട്ട്, പിന്നെ പറഞ്ഞപ്പോൾ ഇവിടെ തൊട്ടു, ഒന്നും കൂടി സപ്പോർട്ട് ഇവിടെ തൊട്ടു, ഒന്നും കൂടി സപ്പോർട്ട് ഇവിടെ തൊട്ടു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ആൾ വേണം, പറഞ്ഞു കൊടുക്കാൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ ഇവൻ അവിടെ തൊടാനുള്ള കഴിവുണ്ട് അത്ര ഹൈറ്റിൽ. പക്ഷേ ആദ്യം വെറുതെ അവിടെ പോയി തൊട്ടാ ഇല്ല ഫാദിയെ. അവനെ ഒന്നിനെ മോട്ടിവേറ്റ് ചെയ്തവൻ അത്ര ഹൈറ്റിൽ പോയി തൊട്ടു. ഇതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് ചെയ്യിപ്പിക്കണാണോ? അല്ല, അവനെന്നെ അന്തം വിട്ടത്. എന്താ ഇങ്ങനെ, ഞാൻ വെറുതെ ഇവിടെ നിന്നാൽ മതി പറഞ്ഞവനോടെ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ട്, ആ കൂട്ടായ്മയിൽ ഒരു കമ്മിറ്റി ഉണ്ട്. പരാജയങ്ങളും അതല്ലെങ്കിൽ മണ്ടത്തരങ്ങളൊക്കെ പറ്റും ചില സംഭവങ്ങളിൽ, പക്ഷേ പറഞ്ഞു തരാൻ ആളുണ്ട്, ഇതിനെ നിയന്ത്രിക്കാൻ ആളുണ്ട്. അതേപോലെ ഒരു നല്ല സഹായിക്കാൻ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കൂട്ടായ്മയിൽ ചേർന്ന ഒരാൾക്കും നഷ്ടം വരാൻ പാടില്ല. ലാഭം അല്ലാതെ, സന്തോഷമല്ലാതെ, സങ്കടം വിഷമമൊന്നും വരാൻ പാടില്ല. അങ്ങനെ സങ്കടം വിഷമം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അപ്പോൾ തന്നെ നമ്മൾ ആ കാശ് കൊടുത്ത് പിരിച്ചു വിടാറുണ്ട്. അതിൽ യാതൊരു മടിയും നമ്മൾ കാണിക്കാറില്ല. ചില ആളുകൾക്ക് പറഞ്ഞ സമയത്ത് പൈസ കൊടുക്കാൻ പറ്റില്ല, കുറച്ചുകൂടെ സമയം ചോദിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഇനി പെരുന്നാൾ. അങ്ങനെ എന്നാ പെരുന്നാൾ? 28-ാം തീയതി പെരുന്നാൾ. നാളെ അർഫ നോമ്പാണല്ലേ? അത് കഴിഞ്ഞ് മറ്റന്നാൾ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ അടുത്ത ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് 2ാം പെരുന്നാളോ 3ാം പെരുന്നാളോ എപ്പോഴാണ് ഏറ്റവും അടുത്ത ദിവസം നമ്മളത് നറുക്കെടുക്കും. എന്നിട്ട് ഈ കൂട്ടായ്മയിൽ ചേർന്ന ഒരാൾക്ക് നമ്മൾ 5 സെൻറ്റ് സ്ഥലം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഏതാ സ്ഥലം എന്നൊക്കെ നമ്മളന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ളത് കുറഞ്ഞ ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എഴുതുന്ന രീതി ഇങ്ങനെയാണെന്ന് പറയാം. ബാലറ്റ് പേപ്പറാണ്. നമ്മൾ എഴുതുന്ന രീതി 4, 5, 10 ഷെയർ എടുത്ത ആളുടെ പേര് 10 പ്രാവശ്യം എഴുതും, ഒരു ഷെയർ എടുത്ത ആളുടെ പേര് 1 പ്രാവശ്യം എഴുതും. അപ്പോൾ ആർക്കാണോ ആ ഒരു ഭാഗ്യമുള്ളത് ആ ഭാഗ്യശാലിക്ക് നമ്മൾ 5 സെൻറ്റ് കൊടുക്കും. അതോടുകൂടി ബാക്കിയുള്ളവരോടൊക്കെ പൈസ പോയിന്നല്ല, അങ്ങനെ ഒരു കിംവദന്തി ആരെങ്കിലും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരുടെ പൈസക്കും കൂടി ഒരാൾക്ക് കൊടുക്കുന്ന ആരും പറയരുത്. എല്ലാവരുടെ പൈസയും നമ്മൾ കൃഷിക്കൂട്ടായ്മയിൽ നിക്ഷേപിച്ചവരാണ്. ഈ സമ്മാനത്തിന് വേണ്ടിയല്ല. ആ കൃഷിക്കൂട്ടായ്മ അത് അങ്ങനെ തന്നെ നടന്നു പോകും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആ നറുക്കെടുപ്പ് നമ്മൾ മാക്സിമം ലൈവായിട്ട് തന്നെ കാണിക്കാൻ ശ്രമിക്കും. പിന്നെ അപ്പോൾ ഇനി ആരെങ്കിലും ഇതിങ്ങനെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ആളുകളുണ്ട്, ഇതെന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 1-2 ദിവസം, ഇന്നും നാളെയും മറ്റൊന്നും കൂടി ഉണ്ടാവും പെരുന്നാളുടെ അന്ന് വരെ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നറുക്കെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള വരുന്ന പൈസകൾക്ക് ആളുകൾ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേയിലൊക്കെ പൈസ അയക്കാറ്, ചിലവർ മാത്രം നേരിട്ട് വന്ന് തരാറുണ്ട്. അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, അവരും കൂടി ഈ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. കൃഷിക്കൂട്ടായ്മയെക്കുറിച്ച് മോർ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിലേക്ക് അയച്ചു തരാം. അപ്പോൾ ഈ നറുക്കെടുപ്പ് ഉടനെ തന്നെ ഉണ്ടാവും. അർഹതപ്പെട്ട ഒരാളുടെ കയ്യിലേക്ക് ഇത് എത്തട്ടെ. അപ്പോൾ പിന്നെ വെറുതെ ഒന്ന് വായിച്ചു നോക്കാം അല്ലേ, ഒരു ക്യൂരിയോസിറ്റി. മുഹമ്മദ് സബീർ അല്ലേ? മുഹമ്മദ് സബീർ, വെറുതെ വായിച്ചു നോക്കട്ടെ. സബീർ ഭായ്, ഭാഗ്യം തുണക്കട്ടെ എല്ലാവരെയും അല്ലേ? നമുക്കിനി വെറുതെ വായിച്ചു നോക്കട്ടോ. അബ്ദുൽ റഷീദ്. അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ നറുക്കെടുപ്പ് വരുമ്പോൾ സക്കീർ, മുഹമ്മദ് സക്കീർ, അങ്ങനെ എല്ലാവരുടെ പേരുണ്ടാവും. നിങ്ങൾ അയച്ചു തന്ന പൈസ എത്ര ഷെയറാണോ അതിനനുസരിച്ചുള്ളത് മുഹമ്മദ് നൗഫൽ 2 പ്രാവശ്യം കണ്ടു അല്ലേ? 2-3 ഷെയർ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അങ്ങനെ എല്ലാ ആളുകളുടെയും ഷെയർ അനുസരിച്ച് പിന്നെ 2, 3, 4, 5 ഒക്കെ ഉണ്ടാവും. ഷാനവാസ്. അപ്പോൾ നിരവധി ആളുകളാണ് നമ്മൾ നേരിട്ട് ഇതുവരെ കാണാത്ത അല്ലേ? പിന്നെ പത്മകുമാരി ചേച്ചി, ആരിഫ, വിജയകുമാർ നമ്മൾ നേരത്തെ ഇവിടുന്ന് കൊടുത്തില്ലേ? വിജയേട്ടൻ ഫാമിലിയോട് വന്ന് അവർ കുറേ ഷെയർ എടുത്തിട്ടുണ്ട് വിജയേട്ടൻ അല്ലേ? പിന്നെ എന്തായാലും ഇനി അതിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു മറ്റൊരു മനോഹരമായ വീഡിയോ വീണ്ടും കാണുക. ബൈ.